എന്താ റാസേ കുളിക്കുന്നില്ലേ? ആ പെണ്ണാകെ അങ്ങ് മാറി. ആ ചാന്തുപ്പി എടുത്തതാ. പൊട്ടിടാനാണോ? ഞാനിട്ട് തരാം. വേണ്ട, എടുത്തു തന്നാ മതി. അതെന്താ? ഞാനിട്ടാ ശരിയാവില്ലേ? പിന്നെന്താ? ഇപ്പൊ വേണ്ട. എന്നാലേ ഇപ്പൊ എടുത്തു തരാൻ മനസ്സില്ല. കളിക്കാതെ എടുത്തതാ. ഞാൻ അങ്ങോട്ട് കേറത്തില്ല. പൊട്ടിടണമെങ്കിൽ അകത്തുവാ. എനിക്കകത്ത് കയറാൻ പാടില്ല. അതെന്താ? ഞാൻ പോവാ. ചാന്തുകുപ്പി എനിക്കല്ല, അയലത്തെ അമ്മണി കുട്ടിക്കാം. ഓഹോ, അങ്ങനെയാണോ? ശരി, ഇതാ പിടിച്ചോ. ഓഹോ, എന്റെ അനുവാദം വാങ്ങിയല്ല അവനോടൊന്ന് ഇറങ്ങിപ്പോയത്. അവനിവിടെ തിരിച്ചു വരുന്നതിനും എന്റെ അനുവാദം ആവശ്യമില്ല. ദീപേട്ടൻ എവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. ഇനിയും അമ്മാവനോട് പോയി വിളിക്കാതിരിക്കുന്നത് കഷ്ടമാണ്. അമ്മാവൻ വിളിച്ചാൽ ദീപേട്ടൻ തീർച്ചയായും വരും. പരാജയം എനിക്ക് പരിചയമില്ലാത്തൊരു വിഷയമാണ്. അച്ഛനേക്കാൾ വലുതാണ് എനിക്കെന്റെ അമ്മാവൻ. എന്റെ ആഗ്രഹങ്ങളൊന്നും അമ്മാവൻ സാധിച്ചു തരാതിരുന്നിട്ടില്ല. മറ്റെന്ത് വേണമെങ്കിലും നിനക്കെന്നോട് ആവശ്യപ്പെടാം. വേണ്ട മാവ, ഇനി ഒരിക്കലും ഞാൻ എന്റെ അമ്മാവനോട് ഒന്നും ആവശ്യപ്പെടില്ല. അയ്യോ, എന്തൊരു ഇടിയും മഴയും. അച്ഛനെ കാണുന്നില്ലല്ലോ. എനിക്ക് പേടിയാവുന്നു. അമ്മാവ് മഴ തോർന്നാലെങ്കിൽ എത്തില്ലേ? നീ പോയി കിടന്നുറങ്ങി. അച്ഛനെ കാണാതെ എനിക്ക് ഉറക്കം വരത്തില്ല. പാതിരാത്രി കഴിഞ്ഞു. ഒരിക്കലും എന്റെ അച്ഛൻ ഇത്രയും താമസിച്ചിട്ടില്ല. ഈ മഴയത്ത് എങ്ങനെയാ വരുന്നത്? എവിടെങ്കിലും കേറി നിപ്പുണ്ടാവും. എന്താ രാമൻകുട്ടി? വെള്ളം മുങ്ങി. അയ്യോ, അപ്പൊ എന്റെ അച്ഛൻ? പിള്ളച്ചേട്ടന്റെ ഒരു വിവരമില്ല. രാധേ, നീ എന്തിനാ കരയുന്നത്? പോകേണ്ടവരങ്ങ് പോയില്ലേ? സമാധാനമായിരിക്കും രാധേ. അച്ഛൻ പോയെങ്കിൽ നിനക്ക് ഞാനുണ്ട്. വാ, വന്നു വല്ലതും കഴിക്കേ. വരൂ. ദീപു, ഈ തെണ്ടിപ്പെണ്ണിന്റെ കൂടെ കുഴഞ്ഞാടാനാണ് നീ വീടോട്ട് ഓടിപ്പോന്നത്. ആരോരുമില്ലാത്ത ഈ വീട്ടിൽ നിനക്കെന്ത് കാര്യം? അച്ഛാ, മിണ്ടി പോരുത്. നടന്നുകൊണ്ട് എന്നെ വിടൂ, ഞാൻ വരുന്നില്ല.
കാണാഞ്ഞ് ഞാൻ എന്തുമാത്രം വിഷമിച്ചെന്നറിയാമോ? എന്നോടൊരു വാക്കുപോലും പറയാതെ ദീപേട്ടൻ പൊയ്ക്കളഞ്ഞല്ലോ. ഞാൻ ഒരിക്കലും തിരിച്ചു വരണമെന്ന് വിചാരിച്ചതല്ല. അമ്മാവൻ വന്നില്ലായിരുന്നെങ്കിൽ ദീപേട്ടൻ വരില്ലായിരുന്നു അല്ലേ? എന്നെ തനിച്ചു വിട്ടേച്ചു പോകാൻ ദീപേട്ടൻ എങ്ങനെ മനസ്സ് വന്നു? ആ, ഏതായാലും തിരിച്ചു വന്നല്ലോ. ഇനി ഞാൻ ദീപേട്ടനെ എങ്ങും വിടത്തില്ല. അതിരിക്കട്ടെ, ആ പെണ്ണിന്റെ പേരെന്താ? രാധ. കാണാൻ കൊള്ളാമോ? നിന്റെ അത്ര സൗന്ദര്യമില്ല. പഠിക്കുന്നുണ്ടോ? അവൾ പഠിച്ചിട്ടേ ഇല്ല. അയ്യേ, തീരെ പാവങ്ങളാണല്ലേ. അവിടെ താമസിക്കാൻ ദീപേട്ടൻ എങ്ങനെ തോന്നി? അവർ പാവങ്ങളാണെങ്കിലും പണക്കാർക്കില്ലാത്ത മറ്റു പലതും അവർക്കുണ്ട്. അതെന്താ ചേട്ടാ? അവർക്ക് സ്നേഹിക്കാനറിയാം. അപ്പോ ഞങ്ങളാരും ചേട്ടനെ സ്നേഹിക്കുന്നില്ലേ? ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള സ്നേഹത്തിന്റെ കാര്യമല്ല. പിന്നെ? അത് നിനക്കറിയില്ല. ദീപേട്ടന് എന്നേക്കാൾ ഇഷ്ടം അവളെയാ. അല്ല, നീ കരയാൻ തുടങ്ങാണോ? മണ്ടിപ്പെണ്ണെ, നീ കരയാതെ. എനിക്ക് അവളെക്കാൾ ഇഷ്ടം നിന്നോടാ. ഇന്ന് വാ. നീ എന്താ എപ്പോഴും ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത്? ആശാൻ മരിച്ചിട്ട് 5-8 ദിവസം കഴിഞ്ഞില്ലേ? നീ വല്ലതും കഴിച്ചോ? ഞാൻ പോയി വല്ലതും വാങ്ങിച്ചിട്ട് വരാം. എനിക്കൊന്നും വേണ്ട. ആശാനോ പോയി. ആശാൻ ഉണ്ടാക്കിയിരുന്ന ആ വായ്നോക്ക് ചെറുക്കനും പോയി. ഇയാൾ എന്തിനാ വന്നേ? നിന്നോടൊരു കാര്യം പറയാൻ. എന്നെ കൊണ്ട് നിന്നെ കെട്ടിക്കണമെന്നായിരുന്നു ആശാന്റെ ആഗ്രഹം. ഇയാൾക്കിപ്പോ എന്ത് വേണം? 4 ആളിന്റെ മുൻപ് വെച്ച് നിനക്ക് പുടവ തന്നിട്ട് ഞാൻ നിന്റെ കൂടെ അങ്ങ് താമസിച്ചോളാം. എനിക്ക് മനസ്സില്ല തന്റെ കൂടെ താമസിക്കാൻ. ആ തൊലി വെളുത്ത ചെറുക്കിന് വേണ്ടി നീ ഇനിയും മഞ്ഞുകൊള്ളണ്ടടി. ഞാൻ ഇന്നു മുതലേ ഇവിടെ കയറി താമസിച്ചാലും ആരും ഒരു അക്ഷരം ഇല്ല. താൻ പോകുന്നതാ നല്ലത്. ഓ, അങ്ങനെ അങ്ങ് പോവാനോ? പോയില്ലെങ്കിലേ ഇവിടെ കറക്കത്തിരിപ്പുണ്ട്. ഒന്ന് അടങ്ങി നില്ലടി പെണ്ണെ. ഞാൻ പറയുന്നത് കേൾക്കുന്നതാണ് നിനക്ക് നല്ലത്. ഇറങ്ങിപ്പോടോ, ഇല്ലെങ്കിൽ ഞാൻ നിലവിളിച്ച് ആളെ കൂട്ടും. പോടോ, ഇറങ്ങിപ്പോടോ. പോലല്ലേ പറഞ്ഞത്. എടേ, ഞാൻ ഇപ്പൊ പോവാം. പക്ഷെ നീ സൂക്ഷിച്ചോ, നിന്നെ എടുത്ത